നിലച്ചിരിക്കാത്ത നേരത്തായിരുന്നു ആ ക്ഷണം. PJ ജോസഫിനോട് കൂടെ പോരുന്നോ എന്നൊരു ചോദ്യം, അതും ജോസ് കെ മാണി വക. UDFകാരെ വിശ്വസിക്കരുത് എന്നൊരു കൊട്ടും. പക്ഷേ ഞങ്ങളെ ഓർത്ത് വേവലാതി വേണ്ട എന്ന് അപ്പോഴേ മറുപടി കൊടുത്തു മോൻസ് ജോസഫ്. ഇന്ന് വീണ്ടും ജോസ് കെ മാണി പരിഹാസം കടുപ്പിച്ചിട്ടുണ്ട്. രക്തം രക്തത്തെ തിരിച്ചറിയുമോ എന്നാണ് ചോദിക്കുന്നത്. LDF വിളിച്ചാൽ ജോസഫ് കൂടെ പോകുമോ എന്നാണ്. അത് ആൽവിൻ ഇടുക്കിക്കാരോട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ സജീവമാകുന്ന ഒരു ചർച്ചയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകളുടെ മുന്നണി മാറ്റങ്ങൾ. ഇപ്പം അത്തരത്തിലുള്ള ചില മുന്നണി മാറ്റ ചർച്ചകൾ അവിടെയും ഇവിടെയുമൊക്കെ രണ്ട് കേരള കോൺഗ്രസ് പാർട്ടികളെ പറ്റിയും പറഞ്ഞു കേട്ടിരുന്നു. മാണി വിഭാഗം അത് പൂർണ്ണമായി തടഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ജോസഫ് വിഭാഗത്തിനെ LDFിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് LDFിലെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ. ജോസഫ് വിഭാഗം വരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞുവെങ്കിൽ പോലും ജോസ് കെ മാണിയും MV ഗോവിന്ദനും ജോസഫ് വിഭാഗം LDFിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ആളുകളോടും ചോദിച്ചു നോക്കാം എന്തായിരിക്കും അവരുടെ ഒരു മനസ്സിലിപ്പെന്ന്. BJP UDF വിടാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും പുള്ളി തൊടുപുഴക്കാരനാണ്. പുള്ളി ഇപ്പോൾ UDFിൻ്റെ മേൽക്കൈയുള്ള ജില്ലയാണ്, അതുകൊണ്ട് വിടാൻ സാധ്യത കുറവാണ്. എന്തായാലും ഈ LDFിലെ പോലെ തീരാൻ പോകുന്ന ഒരു പാർട്ടിയിലേക്ക് എന്തായാലും PJ ജോസഫ് സാറ് പോകുന്ന ഒരു പ്രതീക്ഷയില്ല. സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ LDFിന് കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത്, അതറിഞ്ഞ LDFിലേക്ക് എന്നിട്ടേ കാര്യമുള്ളൂ. പുള്ളിക്ക് വീട്ടു കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പോകും. സാധ്യതയില്ല. ഇല്ല. എൻ്റെ കാര്യം തൊഴിൽക്കാരനാണ്. പുള്ളിക്ക് തൊഴിലെ പറ്റി നന്നായിട്ട് അറിയാം. ഞങ്ങളെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പോകാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയമല്ലേ, പുള്ളിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. PJ ജോസഫ് ഒരിക്കലും പോകില്ല LDFിലേക്ക്. കാരണം ഇപ്പോൾ മാണിയുടെ ഗ്രൂപ്പ് അതേ ഗതി തന്നെ PJ ജോസഫിന് വരും. പുള്ളിയുടെ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ അപ്പനും അമ്മ എല്ലാവരും UDF ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും പോകാൻ അങ്ങനെ പുള്ളി ഇപ്പം ചിന്തിക്കാൻ സാധ്യതയില്ല. എൻ്റെ പുള്ളിക്ക് അതിനുള്ളൊരു പ്രായം കഴിഞ്ഞു പോയി. ഇനി പുള്ളി പലവിധത്തിൽ നിൽക്കുള്ളൂ. ഇങ്ങനെ സാധ്യത കൂടുതൽ അല്ല. കേരള കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഒന്നും പറയാൻ പറ്റുകയില്ല. എന്തിനും സാധ്യതയുണ്ട്. അങ്ങനെ സമയം പോകാനൊന്നും സാധ്യത. അങ്ങനെ 10 സീറ്റ് പുള്ളി ചോദിക്കണു. കഴിഞ്ഞ 10 സീറ്റ് ചോദിച്ചാൽ 2 സീറ്റ് പുള്ളി ജയിച്ചുള്ളൂ. 10 സീറ്റും കോൺഗ്രസ്സുകാരെ കൊടുക്കുന്നൊന്നുമില്ല. അപ്പം അതിനുള്ള ഇപ്രാവശ്യം UDFിന് അനുകൂലമായ ഒരു ഇതുണ്ടെന്നുള്ള ചാൻസ് ആണല്ലോ. അപ്പോൾ പുള്ളി 2 മതി എന്നുള്ള രീതിയിൽ നിൽക്കും. വിട്ടുപോകാൻ സാധ്യത കുറവാണ്. അടുത്ത പ്രാവശ്യം UDFിനാണ് ഒരു ഭരണ സാധ്യത. അതുകൊണ്ട് തന്നെ ജോസഫ് പോകുമെന്ന് തോന്നുന്നില്ല. അതാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെപ്പറ്റി ആളുകൾ പറയുന്നത്. ഭൂരിഭാഗം ആളുകൾ പറയുന്നത് PJ ജോസഫ് UDF വിടില്ല എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയമാണ്, ചിലതും സംഭവിക്കാമെന്നുള്ളത് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.